കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗം അതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കുമൊക്കെ വഴിവെച്ചത്. സമസ്ത AP വിഭാഗത്തിനും ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതര സമുദായത്തെ വിമർശിച്ചത് ശരിയായില്ല, സാമുദായിക വൈരം ഉണ്ടാക്കാൻ ഇടയാക്കി എന്നുകൂടിയാണ് AP വിഭാഗം വിലയിരുത്തുന്നത്. സമസ്ത യുവജന വിഭാഗമായ SYS ക്യാബിനറ്റ് യോഗം ഇന്ന് വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, റോഷി പറഞ്ഞിടത്തുനിന്ന് തുടങ്ങിയാൽ VD സതീശന്റെ പ്രസംഗം അത് വലിയ പ്രകോപനത്തിനിടയാക്കി. ഇപ്പോൾ സമസ്ത AP വിഭാഗത്തിന് കൂടി ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായി എന്നാണ് അറിയുന്നത്. ഒരു വേദിയിൽ വെച്ചുകൊണ്ട് ഇതര സമുദായത്തെ വിമർശിച്ചത് ശരിയായില്ല എന്നത് തന്നെയാണല്ലേ വിലയിരുത്തൽ? വിരുദ്ധ ഇക്കാര്യത്തിൽ VD സതീശൻ ഒരു വിശദീകരണം പിന്നീട് നൽകിയിരുന്നു. അത് SNDPയെയോ വെള്ളാപ്പള്ളി നടേശനെയോ അല്ല, മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചതെന്നുള്ളതാണ്. പക്ഷേ ആ പ്രസംഗം അത് പരോക്ഷമായിട്ട് ആണെങ്കിൽ കൂടി വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നതായിരുന്നു ആ പ്രസംഗമെന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അങ്ങനെ AP വിഭാഗത്തിൻ്റെ, അതായത് ഒരു മുസ്ലിം സമുദായ സംഘടനയുടെ വേദിയിൽ വന്നുകൊണ്ട് ഇതര സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പരസ്യമായി പ്രതികരിച്ചത് അത് അനുചിതമായി പോയി എന്നൊരു അഭിപ്രായം AP വിഭാഗത്തിനുമുണ്ട്. ഇക്കാര്യത്തിൽ VD സതീശനെതിരെ ഒരു പരസ്യ പ്രതികരണത്തിനൊന്നും AP വിഭാഗം തയ്യാറല്ലെങ്കിൽ കൂടി സംഘടനയ്ക്കുള്ളിൽ ഈ ഒരു അഭിപ്രായം പ്രബലമായി തന്നെയുണ്ട്. കാരണം ആ പരിപാടിയിൽ ഒരു മതേതര സ്വഭാവത്തോടു കൂടി മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിയ പരിപാടി സമാപിക്കുമ്പോൾ അത് മറ്റൊരു സമുദായത്തിനെതിരായിട്ടുള്ള വൈരം വളർത്തുന്ന രീതിയിലൊരു പ്രസംഗം ആ വേദിയിൽ വെച്ച് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് AP വിഭാഗത്തിന്റെ സംഘടനാപരമായിട്ടുള്ള അഭിപ്രായം. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും അക്കാര്യത്തിൽ VD സതീശൻ തന്നെ നേരത്തെ വിശദീകരണം നൽകിയതുമാണ്. കോഴിക്കോട് നിന്ന് VS രഞ്ജിത്ത് വിശദാംശങ്ങൾ